സഖാവ് പിണറായിയെ അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗം ഒരു ചരിത്ര രേഖയാണ്. എത്ര നിഷ്ഠൂരമായിട്ടാണ് ഒരു MLA ആയി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ എത്ര നിഷ്ഠൂരമായിട്ടാണ് അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്താ വന്നതെന്ന് ചോദിക്കുമ്പോ മറുപടി എന്താ നിർദ്ദേശമുണ്ടെന്ന്. അന്ന് ആഭ്യന്തരമന്ത്രി സാക്ഷാൽ K. കരുണാകരൻ നിർദ്ദേശമുണ്ടെന്ന്. ആഭ്യന്തരമന്ത്രിയുടെ അറിവില്ലാതെ നടക്കില്ല. നിർദ്ദേശമുണ്ട്, അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശമുണ്ട്. വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു, എന്നിട്ട് പാർട്ടി ഓഫീസിൽ നിന്ന് അറസ്റ്റ് എന്ന് രേഖപ്പെടുത്തി കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. രണ്ടുപേരാദ്യം തുടങ്ങി അടി പലതവണ അടിച്ച് വീഴും എഴുന്നേക്കുന്നു, വീണ്ടും അടി. രണ്ടുപേരടിച്ച് തളർന്നു. പിന്നെ പുതിയ 3 പേര് വന്നു, 5 പേര് വന്ന് ഭീകരമായ മർദ്ദനം, ശരീരമാസകലം ആരോഗ്യം പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ ഇടിച്ച് ചതഞ്ഞ് പിഴിഞ്ഞ് എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആക്രമിച്ചത്. എന്നിട്ട് 1.5 മാസം കാലിൽ പ്ലാസ്റ്റർ അടിച്ച് എല്ല് പൊട്ടിച്ചു. ജയിലിൽ കിടക്കേണ്ടി വന്നു. എത്ര വലിയ പീഡനം ഏൽക്കേണ്ടി വന്നു. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. അടിയന്തരാവസ്ഥ കാലഘട്ടത്തില് അദ്ദേഹത്തെ കടന്നാക്രമിച്ച് അടിച്ച് എല്ല് പൊട്ടിച്ചിട്ടുള്ള പോലീസ് സംവിധാനമാകെ സല്യൂട്ട് ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ എന്ന് നമ്മൾ ഓർക്കണം. അടിച്ചു തീർക്കാൻ വേണ്ടി കഴിയുമെന്നാണ് കരുതിയത്. കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുമെന്നാണ് കരുതിയത്. എന്നാൽ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ, ഇന്ദിരാഭരണം അറബിക്കടലിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുള്ള ധീരരായ വിപ്ലവകാരികളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോ ഇരിക്കുന്നത്. ആ വിപ്ലവകാരികളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ നാട് അഭിവാദ്യം ചെയ്യുകയാണ്. അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിനെതിരായിട്ടുള്ള ആ പോരാട്ടത്തിന്റെ പ്രതീകമാണ് ഈ സഖാക്കൾ. നിങ്ങൾ ഓർക്കണം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ ആ അടിയന്തരാവസ്ഥയെ ഭയപ്പെട്ട് മാപ്പെഴുതി കൊടുത്ത ചരിത്രമല്ല നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടായിരുന്നത്. എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ ആദ്യഘട്ടത്തില് അതിനെതിരായിട്ട് 2 വർത്താനവും 2 പ്രകടനവും നടത്തി. കുറച്ചാൾ പിടിച്ച് ജയിലിലായതോടുകൂടി ഇനി ജന്മകാലം ഇമാതിരി ഏർപ്പാട് ഞങ്ങളുണ്ടാവില്ല. ഇന്ദിരാഗാന്ധിയുടെ 20 നയം ഗംഭീര നയമാണ്. ആ ഗംഭീര നയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങളുടെ പ്രവർത്തകരാകെ അതിനെ പിന്തുണക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ദേവറസ് എന്ന് പറയുന്ന RSSന്റെ നേതാവ് ഉൾപ്പെടെയുള്ള RSSന്റെ വിവിധ നേതൃത്വമെടുത്ത നിലപാടുണ്ടല്ലോ, മാപ്പെഴുതി രക്ഷപ്പെടുക എന്ന് പറയുന്ന നിലപാട്. ആ നിലപാട് സ്വീകരിച്ചവരല്ല കമ്മ്യൂണിസ്റ്റുകാർ എന്ന് അഭിമാനത്തോടെ നമ്മുടെ നാട് ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ നിലപാടല്ല കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചത്. അതിനെതിരായി പോരാടുകയാണ് ചെയ്തത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അറിയാണ്ടൊന്ന് പങ്കെടുത്ത് ഇനി ജന്മകാലം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കില്ല എന്ന് മാപ്പെഴുതി കൊടുത്തിട്ട് ബ്രിട്ടീഷ് ഭരണകൂടത്തെ സേവിക്കലാണ് ഞങ്ങളുടെ ശിഷ്ടകാലത്തെ പണി എന്ന് എഴുതി കൊടുത്തിട്ട് വന്നവരുടെ പിന്മുറയല്ല രാജ്യത്തിന്റെ പിന്മുറ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഘട്ടം രാജ്യമാകെ വിവിധ വിഭാഗങ്ങളുടെ അത്യുജ്വലങ്ങളായിട്ടുള്ള പോരാട്ടങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടമായിരുന്നു. തൊഴിലാളികളുടെ സമരം, വിദ്യാർത്ഥികളുടെ സമരം, ബഹുജനങ്ങളുടെ ആകെ പ്രക്ഷോഭ സമരങ്ങൾ. ആ സമരങ്ങളെല്ലാം അലയടിച്ചുയരുന്നൊരു ഘട്ടമായിരുന്നു ആ ഘട്ടം. ഗരീബി ഹഠാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് മുദ്രാവാക്യമായി ഉയർത്തിക്കൊണ്ടാണ് 1971 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുന്നത്. എന്നാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എല്ലാം ഉണ്ടായിട്ടുള്ളത്. രാജ്യത്താകെ പട്ടിണി വർദ്ധിച്ചു വരുന്നു, തൊഴിലില്ലായ്മ ശക്തിപ്പെട്ടു വരുന്നു. അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള അഴിമതി സംഭവങ്ങൾ ഉയർന്നു വരുന്നു. അതിനെല്ലാം എതിരായിട്ട് അതിശക്തമായ പ്രക്ഷോഭ സമരം നടക്കുന്ന കാലമായിരുന്നു ആ കാലം. 17 ലക്ഷത്തോളം വരുന്ന റെയിൽവേ തൊഴിലാളികൾ പങ്കെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ റെയിൽവേ പണിമുടക്ക്, രാജ്യത്തിന്റെ ക്യാമ്പസുകളിലാകെ വലിയ നിലയിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ, ആ ക്യാമ്പസുകളിൽ ഉയർന്നു വന്ന പ്രക്ഷോഭ സമരങ്ങൾ തെരുവിലും സമൂഹത്തിലുമാകെ പടർന്ന് പന്തലിക്കുന്ന ഒരു കാലം. ഇന്ദിരാഭരണം
വലിയ നിലയിൽ ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ സമയത്ത് ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോൺഗ്രസ് അവിടെ പരാജയപ്പെടുന്നു. അങ്ങനെ കോൺഗ്രസ് അധികാരത്തിൽ വന്ന് അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള ഒരു ഭരണമായി മാറിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ രാജ്യമെമ്പാടും അലയടിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണ് അലഹബാദ് ഹൈക്കോടതിയുടെ നമ്മളെല്ലാം അറിയുന്നത് പോലുള്ള വിധി പ്രസ്താവം വന്നത്. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാജ്നാരായൺ എന്ന് പറയുന്ന ആള് ഇന്ദിരാഗാന്ധി റായ്ബറയില് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഭരണകൂട സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ദുരുപയോഗം ചെയ്തു, തെരഞ്ഞെടുപ്പ് അഴിമതി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജി കോടതി അംഗീകരിക്കുകയും അതിനെ തുടർന്ന് അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ അംഗത്വം, ലോക്സഭാ അംഗത്വം റദ്ദ് ചെയ്യുകയും 6 വർഷത്തേക്ക് അവരെ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. ആ അപ്പീലും തള്ളി. ആ സാഹചര്യത്തിലാണ് നമ്മുടെ ഭരണഘടനയിലെ വളരെ വളരെ സവിശേഷമായ വ്യവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഭരണഘടന വ്യവസ്ഥ നൽകുന്നുണ്ട്. ആ വ്യവസ്ഥ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഐക്യത്തെ അപകടപ്പെടുത്തുന്ന വിധത്തില് ആഭ്യന്തരമായ കലാപമുണ്ടെങ്കിൽ, സായുധ കലാപമുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അതല്ല, മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളുടെ അക്രമം നമ്മുടെ രാജ്യം നേരിടേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അതിനുവേണ്ടിയാണ് വ്യവസ്ഥ. പക്ഷെ ആ വ്യവസ്ഥയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം ഉൾപ്പെടെ അനുച്ഛേദം 21, 22 ഒന്നാമത്തെ ജീവിക്കാനുള്ള അവകാശമാണ്. ആ ജീവിക്കാനുള്ള അവകാശം സസ്പെൻഡ് ചെയ്യുകയാണ്. രാജ്യത്തെ പൗരന് ജീവിക്കാൻ അവകാശമില്ല, പൗരന്റെ പണി നാവടക്കലും പണിയെടുക്കലുമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അനുച്ഛേദം 21 റദ്ദ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 22 ഭരണഘടനയെ 22 എന്ന് പറഞ്ഞാല് പോലീസിന്റെ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ അറസ്റ്റിൽ നിന്ന് തന്റെ ഭാഗം പറയുന്നതിനു വേണ്ടി വക്കീലിനെ ഏർപ്പാട് ചെയ്യാം. വക്കീലിനെ ഏർപ്പാട് ചെയ്യൽ മാത്രമല്ല, ഒരു നിശ്ചിത സമയത്തിന് മുമ്പിൽ നിയമത്തിന്റെ മുന്നിൽ കോടതിക്ക് മുമ്പിൽ ഇയാളെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇതിനൊക്കെയുള്ള വ്യവസ്ഥയാണ് അനുച്ഛേദം 22. അതും അങ്ങ് റദ്ദ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ആരെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം, എത്ര കാലം വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം, ചോദിക്കാനും പറയാനും കോടതിയില്ല. അനുഭവം അതായിരുന്നല്ലോ. നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞപ്പോ അന്ന് നാവടക്കിയ വിഭാഗങ്ങളിൽ ഒന്ന് കോടതി കൂടിയായിരുന്നു. കോടതിയും നാവടക്കി. ജനാധിപത്യ അവകാശങ്ങള് നിഹരിക്കപ്പെടുന്ന ഘട്ടത്തില് കോടതിയിൽ നിന്ന് പോലും ആർക്കും നീതി ലഭിച്ചില്ല. നാവടക്കുകയായിരുന്നു കോടതിയും. അനുച്ഛേദം 14 റദ്ദ് ചെയ്തു. എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന അനുച്ഛേദം 14 റദ്ദ് ചെയ്യുന്നു, താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ജീവിക്കാനുള്ള അവകാശം ഉൾപ്പെടെയുള്ള പൗരാവകാശങ്ങള് പൂർണ്ണമായും സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അടിയന്തരാവസ്ഥയുടെ കിരാതവാഴ്ചക്ക് ഏതാണ്ട് 21 മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന അടിയന്തരാവസ്ഥയുടെ കിരാതവാഴ്ചക്ക് തുടക്കം കുറിക്കുന്നത്. എന്താ രാജ്യത്തിന്റെ അനുഭവം? സഞ്ജയ് ഗാന്ധിയുടെ വക പ്രത്യേകമായ ഒരു പാക്കേജ്. ആ പാക്കേജിലുള്ള ഒരു പാക്കേജ് നിർബന്ധിത വന്ധ്യംകരണമായിരുന്നു. ഫാമിലി പ്ലാനിംഗ്, അതാ പേര്. എന്നിട്ട് ആളുകളെ പിടിച്ചുകൊണ്ടുപോയിട്ട് വന്ധ്യംകരണത്തിന് വിധേയപ്പെടുത്തിയിട്ട് പറഞ്ഞേക്കുക. എത്ര ലക്ഷം പേരെയാണെന്നറിയോ? പ്രിയപ്പെട്ടവരെ, 80 ലക്ഷത്തിലേറെ മനുഷ്യരെയാണ്, ചെറുപ്പക്കാരും വൃദ്ധരുമായിട്ടുള്ള സകല മനുഷ്യരെയുമാണ് പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരണത്തിന് വിധേയപ്പെടുത്തിയത്. നിർബന്ധിത വന്ധ്യംകരണം ആലോചിച്ച് നോക്കണം. ചെറുപ്പക്കാരുൾപ്പെടെ ഷണ്ടന്മാരാക്കി മാറ്റി. ഫാമിലി പ്ലാനിംഗ് ആണെന്ന് പറഞ്ഞിട്ടാ. കുൽദീപ് നയ്യാർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ദ ജഡ്ജ്മെന്റ്, ഇൻസൈഡ് ട്രൂത്ത് ഓഫ് എമർജൻസി എന്ന് പറഞ്ഞിട്ട് കുൽദീപ് നയ്യാറുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തില് ആ ഘട്ടത്തില് BBC
റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ അന്ന് അത്യപൂർവം മാധ്യമങ്ങൾ മാത്രമേ മിണ്ടിയിരുന്നുള്ളൂ. അങ്ങനെ മിണ്ടിയ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ ഒരു മാധ്യമം BBC ആയിരുന്നു. BBC റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ വെച്ചുകൊണ്ട് BBC വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോ ജഗജീവൻ റാം വീട്ടുതടങ്കിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു BBC. ഉടനെ തന്നെ അന്ന് ഐക്യ ഗുജറാളായിരുന്നു ഈ പറയുന്ന കേന്ദ്രമന്ത്രി, ബ്രോഡ്കാസ്റ്റിംഗിന്റെ മിനിസ്റ്റർ ഐക്യ ഗുജറാളായിരുന്നു. ഗുജറാളിനെ സഞ്ജയ് ഗാന്ധി വിളിച്ചു പറയാണ്, ഉടനെ തന്നെ ഇയാളെ പാന്റിന്റെ ബെൽറ്റ് ഊരിയെടുത്തിന് 2 അടി കൊടുക്കണം ഇങ്ങനെ പറയാ. ഐക്യ ഗുജറാൾ അത് മൈൻഡ് ചെയ്തില്ല. ഉടനെ തന്നെ ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ഈ പുള്ളിക്കാരനെ ഐക്യ ഗുജറാളിനെ മാറ്റിയിട്ട് അതിന് പകരം വേറൊരാളെ പ്രതിഷ്ഠിക്കുകയാണ്, സാക്ഷാൽ VC ശുക്ല. അങ്ങനെയാണ് ശുക്ല ഈ കേന്ദ്രമന്ത്രിയായിട്ട് വരുന്നത്. അത് വേറെ കഥ. അന്ന് BBC റിപ്പോർട്ട് ചെയ്ത വാർത്തകളെ ഉദ്ധരിച്ചുകൊണ്ട് കുൽദീപ് നയ്യാർ എഴുതിയ പുസ്തകത്തിൽ പറയാണ് ഈ വന്ധ്യംകരണത്തിന്റെ കഥ. എന്താ കഥ എന്നറിയും? ഒരു മനുഷ്യൻ, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, വഴിയോരത്ത് ചെരുപ്പ് കച്ചവടക്കാരനാണ്, ചെരുപ്പ് കുത്തി ആ പണി ചെയ്തുകൊണ്ടിരിക്കുക. പണി ചെയ്യുന്നതിനിടയിൽ ഈ പുള്ളിക്കാരനെ 5 പോലീസുകാരെ വന്ന് പിടിച്ചുകൊണ്ട് പോവാണ്. പിടിച്ചുകൊണ്ടായിട്ട് തൊട്ടടുത്ത് കൊണ്ടുപോയിട്ട് വന്ധ്യംകരണത്തിന് അതിന് പറ്റുന്ന ആളുണ്ട്, നേരെ ഏർപ്പാട് വന്ധ്യംകരണം നടത്തി അങ്ങ് വിടുകയാണ്, പറഞ്ഞു വിടുകയാണ്. അപ്പൊ തന്നെ വിശ്രമിക്കാൻ വേണ്ടി പോലും അവസരമില്ലാതെ പറഞ്ഞു വിടുകയാണ്. ഇതൊരു സംഭവം. ഇങ്ങനെ എത്രയോ സംഭവങ്ങള്. വന്ധ്യംകരണം നടത്താൻ വേണ്ടി കോട്ട നിശ്ചയിച്ച് നൽകുകയാണ് ചെയ്തത്. കോട്ട പൂർത്തീകരിക്കാൻ വേണ്ടി ചെയ്തതെന്താ? ഞാനിപ്പോ നിങ്ങളോടത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തില് എന്റെയൊക്കെ ഓർമ്മ എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ ചെറിയ കൊച്ചു കുട്ടികളായിരുന്നു. സ്കൂൾ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ മറ്റാണ് പഠിക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 2ലോ 3ലോ മറ്റോ പഠിക്കുന്ന സമയത്ത് സ്കൂളും കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പ്രകടനം വരികയാണ്. നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രകടനം വന്ന് പ്രകടനം നടത്തിയിട്ട് നേരെ 4 മുദ്രാവാക്യം, അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിട്ട് ആളുകൾ അങ്ങ് കൂടി 4 ഭാഗത്തും പോവാണ്. ഉടനെ തന്നെ പോലീസും പറന്നെത്തുകയാണ്. ഇതാണ് എന്നെ പോലുള്ളവരുടെയൊക്കെ അനുഭവം. കൺമുന്നിൽ വേറെ ഒന്നും കാണാനില്ല. ആള് പ്രകടനം നടത്തുന്നു, അപ്പൊ തന്നെ പോകുന്നു. ഇതാനുഭവം. ഇങ്ങനെ ഭീതിയുള്ള ഒരു കാലമായിരുന്നു. ആ കാലത്ത് നിങ്ങൾ ഓർക്കണം, മനുഷ്യരെ നിർബന്ധിത വന്ധ്യംകരണത്തിന് വിധേയപ്പെടുത്തിയ ഒരു കാലം. ഏതാണ്ട് 80 ലക്ഷം മനുഷ്യരെയാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയി ശരിയായി കളഞ്ഞത്. ഡൽഹിക്കടുത്ത് ഉത്തർപ്രദേശിന്റെ പരിസരത്തൊരു സ്ഥലം കുൽദീപ് നയ്യാറിന്റെ പുസ്തകത്തിൽ പറയുന്നതാണ്. ചെറുപ്പക്കാരും മുതിർന്നവരും ഉൾപ്പെടെയുള്ള, മുതിർന്നവരെന്ന് പറഞ്ഞ 70 വയസ്സിന് മേലെയുള്ള ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള 17 ആളുകളെ പിടിച്ചു പോലീസ്. എന്നിട്ട് അതിന്റെ പേരില് പ്രശ്നമായി. ആളുകള് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി തടയാൻ വേണ്ടി നോക്കി. അങ്ങനെ തടയാൻ നോക്കിയപ്പോ വെടിവെപ്പുണ്ടായി. 30 ആളെ വെടിവെച്ച് കൊന്നു. 30 ആളെ വെടിവെച്ച് കൊന്നു. പട്ടാളക്കാര് 1000-800 പേരെ ഒന്നിച്ചു കൊണ്ടുപോയി ഇങ്ങനെ വന്ധ്യംകരണത്തിന് വിധേയപ്പെടുത്തിയ കഥയുൾപ്പെടെ കുൽദീപ് നയ്യാർ വരച്ച് കാട്ടിയിട്ടിട്ട് നോക്കണം. ഇന്ത്യൻ ജനാധിപത്യ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തില്, ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തില്, AKG വിശേഷിപ്പിച്ച പെൺ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നടന്നില്ല കൊടും ക്രൂരതയാണിത്. സഞ്ജയ് ഗാന്ധി കഴിഞ്ഞോ? ചേരി നിർമ്മാർജ്ജനം, നഗരങ്ങളെ സൗന്ദര്യവൽക്കരിക്കുക. ആ ചേരി നിർമ്മാർജ്ജനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് 10 കോടി മനുഷ്യരെ. എന്തുകൊണ്ടാ ചേരികൾ ഉണ്ടാവുന്നേ? ചേരികൾ ഉണ്ടാവുന്നതിന്റെ കാരണം കിടന്നുറങ്ങാൻ വേണ്ടി കൂരയില്ല, ഒരു ഇഞ്ച് സ്ഥലമില്ല, സ്വന്തമായി സ്ഥലമില്ല, കിടന്നുറങ്ങാൻ സ്ഥലമില്ല, ഇടവില്ലാത്ത മനുഷ്യര് ഒന്നിച്ചിട്ട് ഒരു ഷെഡും കെട്ടി അങ്ങനെ എവിടെയും കിടന്നുറങ്ങലാണ്. അങ്ങനെ കിടന്നുറങ്ങിയ മനുഷ്യര് കൂടി ചേരി ഉണ്ടാവുന്നു. ചേരിയില്ലാത്തത് പാവപ്പെട്ടവന് ജീവിക്കാൻ വേണ്ടി കഴിയാത്തതുകൊണ്ടാ ചേരി രൂപപ്പെടുന്നത്. ആ ചേരി നിർമ്മാർജ്ജനം മറ്റൊരു അജണ്ടയായി എടുക്കുന്നു. അങ്ങനെ 10 കോടി മനുഷ്യരെയാണ് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ചേരി നിർമ്മാർജ്ജനം എന്ന പേരിൽ ഇന്ത്യ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ നിന്ന് തുടച്ചു നീക്കിക്കളഞ്ഞത് സഞ്ജയ് ഗാന്ധി. ഇതൊക്കെ ചെയ്ത കോൺഗ്രസാ. പുതിയ തലമുറക്കാന്നും അറിയില്ല. നമ്മുടെ നാട് അറിയണം. അടിയന്തരാവസ്ഥയുടെ കാലത്ത് രാജ്യത്തരങ്ങേറ്റിയിട്ടുള്ള കൊടും ക്രൂരത എത്രമാത്രം ഭയാനകമായ, ഭീകരമായ കൊടും ക്രൂരതയാണ് എന്ന് നമ്മൾ അറിയണം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ നേതാക്കന്മാരെ മുഴുവൻ പിടിച്ച് ജയിലിലടക്കലാണ്. കരുതൽ തടങ്കൽ മുതൽ
പോസ്റ്റർ ഒട്ടിച്ചൂടാ, അത് ക്രിമിനൽ കുറ്റാണ്. മുദ്രാവാക്യം വിളിച്ചൂടാ, അത് ക്രിമിനൽ കുറ്റാണ്. പത്രത്തിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചൂടാ, അതും ക്രിമിനൽ കുറ്റാണ്. അങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോ മാധ്യമങ്ങളെല്ലാം ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഇപ്പൊ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ പത്രവാർത്ത നിങ്ങളൊന്ന് എടുത്തു വയ്ക്കോ. ഇന്നത്തെ ദേശാമാന്റെ മുൻ പേജിലുണ്ട് അല്ലെ, അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ വിവിധ പത്രങ്ങളുടെ ദേശാമാനി പ്രസിദ്ധീകരിച്ച വാർത്തയും മലയാള മനോരമ പ്രസിദ്ധീകരിച്ച വാർത്തയും, രണ്ട് വാർത്തയും ഹെഡിങ്ങുകൾ എടുത്തു വയ്ക്കോ. ദേശാഭിമാനി അടിയന്തരാവസ്ഥയെ ശക്തമായ ഹെഡിങ്ങിൽ അപലപിച്ചുകൊണ്ടാണ് ദേശാഭിമാനിയുടെ ഹെഡിങ്. എന്നാൽ മലയാള മനോരമ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, രാജ്യത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് അടിയന്തരാവസ്ഥ. അതിനൊന്ന് ന്യായീകരിച്ചൊന്ന് പോളിഷ് ചെയ്ത വാർത്ത കൊടുത്ത് തന്നെ ആ ഘട്ടത്തില് മാധ്യമങ്ങളെ 3 കാറ്റഗറിയായി തരംതിരിച്ചു. എ, ബി, സി. എയിൽ തന്നെ A+ ഉണ്ട്, ബിയിൽ B+ ഉണ്ട്, സിയിൽ C+ ഉണ്ട്. A+ എന്ന് പറഞ്ഞാല് ഇനി സർക്കാരിന് പറ്റിയ വാർത്തയെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ സർക്കാരിന് കൊടുക്കാൻ പറ്റിയ വാർത്ത മാത്രമല്ല, ആജ്ഞാപിച്ചാൽ മുട്ടിലഴിഞ്ഞ് ആ ആജ്ഞ അംഗീകരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവരുണ്ടല്ലോ. അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നവർക്ക് ഇട്ട പേരാണ് A+. A+ കാറ്റഗറിയിൽ വന്ന പത്രങ്ങൾ, ആ A+ കാറ്റഗറിയിൽ രാജ്യത്തെ 10 മാധ്യമങ്ങളെയാണ് അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ നമ്മുടെ കേന്ദ്ര മന്ത്രാലയം വ്യവസ്ഥ ചെയ്തത്. 10 പത്രങ്ങൾ. ആ 10ൽ 8ാമത്തെ പത്രത്തിന്റെ പേര് സാക്ഷാൽ മലയാള മനോരമ എന്നായിരുന്നു. ആജ്ഞാപിച്ചാൽ മുട്ടിലഴിയുന്ന പത്രമായിരുന്നു മലയാള മനോരമ. അതാണ് അടിയന്തരാവസ്ഥയുടെ അനുഭവം. അങ്ങനെ A കാറ്റഗറി കഴിഞ്ഞ് B കാറ്റഗറി, സർക്കാരിന്റെ കൂടെ നിൽക്കുന്നവരാ B കാറ്റഗറി. 3ാമത്തെ കാറ്റഗറി ഉണ്ട്, C കാറ്റഗറി. ആ സീറ്റ് കാറ്റഗറി സർക്കാരിനെ എന്നിട്ടും വിമർശിക്കാൻ ധൈര്യം കാണിക്കുന്ന മാധ്യമങ്ങളാണ് അത്യപൂർവമുള്ളൂ. അങ്ങനെയുള്ള മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ C+ കാറ്റഗറിയിൽ പെടുത്തിയിട്ട് 10 മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ 10 മാധ്യമങ്ങളില് 8ാമത്തെ സ്ഥാനം പ്രഖ്യാപിച്ചുകൊണ്ട് കൽപ്പിച്ചു കൊടുത്ത പത്രത്തിന്റെ പേരാണ് ദേശാഭിമാനി എന്ന് നമ്മൾ ഓർക്കണം. അടിയന്തരാവസ്ഥയിൽ മനോരമ എടുത്ത നിലപാട് അങ്ങനെയായിരുന്നു, ദേശാഭിമാനി എടുത്ത നിലപാട് വ്യത്യസ്തമായിരുന്നു. അത് പറയാനേ ഞാനിത് പറയുന്നു. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായി നിഹരിച്ച കാലം. എന്ത് പ്രസിദ്ധീകരിക്കണം, ആരെന്ത് അഭിപ്രായം പറയണം, ആ അഭിപ്രായത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താവണം എന്നെല്ലാം തീരുമാനിക്കുന്ന, അക്ഷരാർത്ഥത്തിൽ നാവടക്കൂ പണിയെടുക്കൂ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മേലെ അടിയന്തരാവസ്ഥയുടെ ബുൾഡോസർ ഉരുട്ടിക്കയറ്റിയ കാലം. ആ കാലം ഇന്നത്തെ നാട് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ അർദ്ധ ഫാസിസ്റ്റ് ഘട്ടത്തിൽ നിന്ന് ഫാസിസത്തിലേക്ക് നീങ്ങുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ എല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ ജനാധിപത്യത്തെ ഇല്ലാതാക്കിയതിന്റെ അനുഭവം പുതിയ തലമുറ പഠിക്കണം. നമ്മുടെ നാട്ടിൽ അത് എങ്ങനെ നടപ്പിലാക്കി? ഇങ്ങനെ ഒരു അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയപ്പോ കേരളത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ, നമ്മളെ ജില്ല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെ കരുത്തുള്ള ജില്ലയാണ്. അതുകൊണ്ട് ഇവിടെയുള്ള കോൺഗ്രസിന്റെ ക്രിമിനൽ സംഘം തീരുമാനിച്ചു, ഈ അടിയന്തരാവസ്ഥ ഘട്ടത്തെ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കണം, ഈ പാർട്ടിയെ ഇല്ലാതാക്കണം. അതിനുവേണ്ടി ഒരു ഭാഗത്ത് പോലീസിന്റെ കടന്നാക്രമണം, മറുഭാഗത്ത് ഗുണ്ടകളുടെ വിളയാട്ടം, ഗുണ്ടാസംഘങ്ങൾ, എന്തൊക്കെ സംഭവങ്ങൾ. ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്റെ മുന്നിലിരിക്കുന്ന പോരാളികളായിട്ടുള്ള സഖാക്കളുണ്ട്. ആ അടിയന്തരാവസ്ഥ ഘട്ടത്തെ മുറിച്ച് കടന്നവരാണ് നമ്മൾ. പന്തക്കപ്പാറ ദിനേശ് കമ്പനിക്ക് നേരെ ബോംബെറിഞ്ഞിട്ട് സഖാവ് കുളങ്ങരത്ത് രാഘവനെ കൊലപ്പെടുത്തിയതുൾപ്പെടെ എത്രമാത്രം സംഭവങ്ങൾ. അവങ്ങുമ്പോയില് ജോസ് ദാമോദരൻ രക്തസാക്ഷികൾ ഉൾപ്പെടെ എത്രമാത്രം സഖാക്കളെ കൊന്നുകളഞ്ഞു, എത്രമാത്രം സംഭവങ്ങൾ. വായനശാല, പെരളശ്ശേരി വായനശാല കത്തിച്ചതിന്റെ അനുഭവം അവിടെ പുറത്തുള്ള നമ്മുടെ പ്രദർശനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വലിയ പീഡനമാണ് നമ്മുടെ ജില്ല ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഗുണ്ടകളുടെ വിളയാട്ടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു ഭാഗത്ത്
മറുഭാഗത്ത് ഗുണ്ടകൾ. ഈ രണ്ട് ഗുണ്ടാസംഘങ്ങളെയും പോലീസിനെയും ചെറുക്കുക എന്നുള്ളതായിരുന്നു അക്കാലത്തെ പോരാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ വ്യത്യസ്ത വിധത്തിൽ ഇപ്പൊ മിസാ തടവുകാരായിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ കൊഫപ്പോസ ഉപയോഗിച്ചുകൊണ്ട് ജയിലിലടക്കപ്പെട്ടവരുണ്ട്. അതോടൊപ്പം DIR ഡിഫൻസ് ഇന്ത്യ റൂൾ ഉപയോഗിച്ചുകൊണ്ട് ജയിലിലടക്കപ്പെട്ട സഖാക്കളുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന മിസാ തടവുകാരായിട്ട് കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന 2 മനുഷ്യരേ ഉള്ളൂ. ആ സമയത്ത് മിസാ തടവുകാരായി DIR പ്രകാരം പലരും അടച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സഖാക്കളിൽ ഒരാളാണ് സഖാവ് KP. മിസാ തടവുകാരനായിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്ന, ഇവിടെ ഇരിക്കുന്ന പല സഖാക്കളും DIR പ്രകാരം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള സഖാക്കളാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലടക്കപ്പെട്ട് പീഡനത്തിന് വിധേയമായി അതിഭീകരമായ മർദ്ദനത്തിന് വിധേയരായിട്ടുള്ള എത്രയോ സഖാക്കൾ. സഖാവ് പിണറായിയെ അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗം ഒരു ചരിത്ര രേഖയാണ്. എത്ര നിഷ്ഠൂരമായിട്ടാണ് ഒരു MLA ആയി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ എത്ര നിഷ്ഠൂരമായിട്ടാണ് അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്താ വന്നതെന്ന് ചോദിക്കുമ്പോ മറുപടി എന്താ, നിർദ്ദേശമുണ്ടെന്ന്. അന്ന് ആഭ്യന്തരമന്ത്രി സാക്ഷാൽ K. കരുണാകരൻ നിർദ്ദേശമുണ്ടെന്ന്. ആഭ്യന്തരമന്ത്രിയുടെ അറിവില്ലാതെ നടക്കില്ല. നിർദ്ദേശമുണ്ട്, അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശമുണ്ട്. വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു, എന്നിട്ട് പാർട്ടി ഓഫീസിൽ നിന്ന് അറസ്റ്റ് എന്ന് രേഖപ്പെടുത്തി. കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. 2 പേരാദ്യം തുടങ്ങി അടി പലതവണ അടിച്ച് വീഴുമ്പോ എഴുന്നേക്കുന്നു, വീണ്ടും അടി. 2 പേര് അടിച്ച് തളർന്നു. പിന്നെ പുതിയ 3 പേര് വന്നു, 5 പേര് വന്ന് ഭീകരമായ മർദ്ദനം, ശരീരമാസകലം ആരോഗ്യം പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ ഇടിച്ച് ചതഞ്ഞ് പിഴിഞ്ഞ് എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആക്രമിച്ചത്. എന്നിട്ട് 1.5 മാസം കാലിൽ പ്ലാസ്റ്റർ അടിച്ച് എല്ല് പൊട്ടിച്ചു. ജയിലിൽ കിടക്കേണ്ടി വന്നു. എത്ര വലിയ പീഡനം ഏൽക്കേണ്ടി വന്നു. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. അടിയന്തരാവസ്ഥ കാലഘട്ടത്തില് അദ്ദേഹത്തെ കടന്നാക്രമിച്ച് അടിച്ച് എല്ല് പൊട്ടിച്ചിട്ടുള്ള പോലീസ് സംവിധാനമാകെ സെല്യൂട്ട് ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ എന്ന് നമ്മൾ ഓർക്കണം. അടിച്ചു തീർക്കാൻ വേണ്ടി കഴിയുമെന്നാണ് കരുതിയത്. കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുമെന്നാണ് കരുതിയത്. എന്നാൽ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ, ഇന്ദിരാഭരണം അറബിക്കടലിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുള്ള ധീരരായ വിപ്ലവകാരികളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോ ഇരിക്കുന്നത്. ആ വിപ്ലവകാരികളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ നാട് അഭിവാദ്യം ചെയ്യുകയാണ്. അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിനെതിരായിട്ടുള്ള ആ പോരാട്ടത്തിന്റെ പ്രതീകമാണ് ഈ സഖാക്കൾ. നിങ്ങൾ ഓർക്കണം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ ആ അടിയന്തരാവസ്ഥയെ ഭയപ്പെട്ട് മാപ്പെഴുതി കൊടുത്ത ചരിത്രമല്ല നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടായിരുന്നത്. എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ ആദ്യഘട്ടത്തിൽ അതിനെതിരായിട്ട് 2 വർത്താനവും 2 പ്രകടനവും നടത്തി. കുറച്ചാൾ പിടിച്ച് ജയിലിലായതോടുകൂടി ഇനി അമ്മ ജന്മകാലം ഇമാതിരി ഏർപ്പാട് ഞങ്ങൾ ഉണ്ടാവില്ല. ഇന്ദിരാഗാന്ധിയുടെ 20 നയം ഗംഭീര നയമാണ്. ആ ഗംഭീര നയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തകരാകെ അതിനെ പിന്തുണക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ദേവറസ് എന്ന് പറയുന്ന RSSന്റെ നേതാവ് ഉൾപ്പെടെയുള്ള RSSന്റെ വിവിധ നേതൃത്വമെടുത്ത നിലപാടുണ്ടല്ലോ, മാപ്പെഴുതി രക്ഷപ്പെടുക എന്ന് പറയുന്ന നിലപാട്. ആ നിലപാട് സ്വീകരിച്ചവരല്ല കമ്മ്യൂണിസ്റ്റുകാർ എന്ന് അഭിമാനത്തോടെ നമ്മുടെ നാട് ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ നിലപാടല്ല കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചത്. അതിനെതിരായി പോരാടുകയാണ് ചെയ്തത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് അറിയാണ്ടൊന്ന് പങ്കെടുത്ത് ഇനി അമ്മ ജന്മകാലം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കില്ല എന്ന് മാപ്പെഴുതി കൊടുത്തിട്ട് ബ്രിട്ടീഷ് ഭരണകൂടത്തെ സേവിക്കലാണ് ഞങ്ങളുടെ ശിഷ്ടകാലത്തെ പണി എന്ന് എഴുതി കൊടുത്തിട്ട് വന്നവരുടെ പിന്മുറയല്ല രാജ്യത്തിന്റെ പിന്മുറ. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പോരാട്ടം നടത്തിയവർ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിലേക്ക് എടുത്ത് ചാടിയ മനുഷ്യർ, അതിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയവര്, അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയവര്, കർഷകരുടെയും തൊഴിലാളികളുടെയും ഉജ്ജ്വലമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയവര്, അവരുടെ പിന്മുറയാണ് കേരളത്തിന്റെ അടിത്തറ പാകിയിട്ടുള്ള, നമ്മുടെ നാടിന്റെ പുരോഗമന രാഷ്ട്രീയത്തിന്റെ അടിത്തറ പാകിയിട്ടുള്ളവർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുതിയ കാലഘട്ടം, ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പുതിയ കാലഘട്ടം
അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലുള്ള കൊടിയ മർദ്ദനങ്ങള്, കൊടിയ പീഡനങ്ങള് ഓർത്തെടുക്കുവാനുള്ള കാലം കൂടിയാണ്. അക്ഷരാർത്ഥത്തില് പെൺ ഹിറ്റ്ലറായി മാറിയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ജനാധിപത്യ ഹത്യക്കെതിരായിട്ടുള്ള വികാരം സമൂഹത്തിൽ ഉണ്ടാക്കുക മാത്രമല്ല, ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ നടക്കുന്ന എന്താ? അടിയന്തരാവസ്ഥയുടെ പുതിയ രൂപമാണ്. നവഫാസിസത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ചോദ്യം ചെയ്യുന്നവർ, വിമർശിക്കുന്നവരെ കൊല്ലുന്നു. കൽബുർഗിയെ പോലുള്ള എത്ര മനുഷ്യ, ഗൗരി ലങ്കേഷിനെ പോലുള്ള, നരേന്ദ്ര ദാബോൽക്കറിനെ പോലുള്ള വിമർശിക്കുന്നവരെ കൊല്ലുകയാണ്. അല്ലെങ്കിൽ അവര് രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞ് ജയിലിലടക്കുകയാണ്. അടിയന്തരാവസ്ഥയുടെ പുതിയ രൂപമാണ്, നവഫാസിസമാണ്. ആ നവഫാസിസം രാജ്യത്ത് ശക്തിപ്പെടുന്ന ഒരു ഘട്ടത്തില് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടം എങ്ങനെയായിരുന്നു, ആ പോരാട്ടങ്ങളുടെ അനുഭവങ്ങൾ എന്തായിരുന്നു എന്ന് മനസ്സിലായിക്കൊണ്ട് നവഫാസിസത്തിനെതിരായിട്ടുള്ള അതിശക്തമായ ജനങ്ങളുടെ ഐക്യം കെട്ടിപ്പടുക്കേണ്ട ആവശ്യകത പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ് ഈ ഘട്ടം. തീർച്ചയായും നമ്മുടെ മുന്നിലിരിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മേലെ അടിയന്തരാവസ്ഥയുടെ ബുൾഡോസർ ഉരുട്ടിക്കയറ്റിയ കാലഘട്ടത്തിൽ അതിന്റെ മുന്നിൽ കീഴടങ്ങുകയല്ല. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ, ഇന്ദിരാഭരണം അറബിക്കടലിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോരാളികളായി അതിനെ ചെറുത്തു നിന്ന പോരാളികളുടെ അനുഭവം ഓർക്കുമ്പോൾ തീർച്ചയായും ആ അനുഭവത്തിലൂടെ പുതിയ കാലഘട്ടത്തിലെ നമ്മുടെ നാടിന്റെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതിനുള്ള അതിശക്തമായ ചെറുത്തുനിൽപ്പ് നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ മുഴുവൻ സഖാക്കളെയും പഴയകാല പോരാളികളെയും ഉജ്ജ്വലരായ പോരാളികളെ ഊഷ്മളമായ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.